ഒരു വശത്ത് ആഘോഷങ്ങൾ നടക്കുമ്പോൾ വിഷുവായിട്ടും കൊയ്ത നെല്ലിന് കാവലിരിക്കുകയാണ് കൈനഗിരി കുപ്പപ്പുറം പാടത്തെ കർഷകർ. മില്ലുടമകൾ നെല്ലെടുക്കാത്തതിനാൽ 310 ഏക്കറിൽ വെറും പകുതി പോലും കൊയ്തിട്ടില്ല. ഉപ്പുവെള്ളം കയറി നെല്ല് നശിക്കുകയാണ്. കൊയ്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ടിട്ട് ദിവസങ്ങളായി. കിഴിവ് നൽകാൻ കർഷകർ തയ്യാറാണെങ്കിലും നെല്ലെടുക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. കൈനഗരി കുപ്പപ്പുറം പാടശേഖരം 310 ഏക്കറാണ്. 190 കർഷകരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പള്ളാത്തുരുത്തിയാറിന്റെ തീരമാണ്. തൃക്കുന്നപ്പുഴയിൽ നിന്നും തോട്ടപ്പള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കാതെ എത്തിയ ഉപ്പുവെള്ളമാണ് ഇവരുടെ ഈ ഗതികേടിന് കാരണം. നല്ല നെല്ലിനു പോലും വലിയ കിഴിവ് ചോദിക്കുന്ന മില്ലുകൾ ഉപ്പുവെള്ളം കയറിയതോടെ ഇവരുടെ നെല്ല് ഏറ്റെടുക്കാത്ത സ്ഥിതിയാണ്. കടം വാങ്ങി കൃഷിയിറക്കിയതിനാൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് ഓരോരുത്തർക്കും. എങ്കിലും അടുത്ത ജൂണിൽ കൃഷി ഇറക്കണം. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നെല്ല് എങ്ങനെയും ഒന്ന് എടുത്തുകൊണ്ട് പോകണം. എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഈ കൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഇത് ഒന്നാമത്തെ തന്നെ ഇപ്പോൾ തന്നെ കടത്തി കിടക്കുക. ഞങ്ങൾ അടുത്ത കൃഷിയോട് ചെയ്യണമെങ്കിൽ കടം കയറി മുടിഞ്ഞ് നാശമോ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ പിന്നെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കുക. ഞങ്ങൾ ഇതെങ്ങനെയും കയറിപ്പോയാൽ അത്രയും പൈസ എങ്കിലും കിട്ടും. ആ കടം ഇടിയിച്ച് ഇപ്പം വിഷക്കടയിൽ നിന്നൊക്കെ ഞങ്ങൾ കടം മേടിച്ചിരിക്കുക. അഗ്രോ സെയിൽസിൽ നിന്ന് വിഷം പിന്നെ ഇപ്പോൾ 50,000 രൂപ കൊടുക്കാണ്ട് കടം മേടിച്ചത്. അതിൻ്റെ പൈസ കൊടുത്താൽ മാത്രമേ അടുത്ത കൃഷിക്ക് അവർ തരികയുള്ളൂ. 45 ദിവസം എത്തി വളമിട്ട് കഴിഞ്ഞാണ് ഉപ്പുവെള്ളം കയറിയത്. ഏക്കറിന് 25,000 രൂപ മുതലാണ് കർഷകർക്ക് നഷ്ടം. പാട്ടക്കാർക്ക് നഷ്ടം ഇരട്ടിയാണ്. ഞങ്ങൾ ഇവിടെ വിതയാണ്, നടിച്ചിലല്ല. ആ വിത കഴിഞ്ഞിട്ട് ഒന്നാം വളം ഇട്ട് കഴിഞ്ഞ് മരുന്ന് കഴിഞ്ഞ് ഒന്നാം വളം ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാം വളത്തിന് പോലും വെള്ളം കയറ്റാൻ പറ്റാത്ത സ്ഥിതിയിലായിപ്പോയി. ഉപ്പുവെള്ളം കയറി വന്നതുകൊണ്ട് ഞങ്ങൾ ഈ പാടിന് 2 കൃഷി ചെയ്യുന്ന പാട്ടക്കാരനാണെങ്കിൽ അവന് 50,000 രൂപ മേളിൽ ചിലവ് വരും. സ്വന്തമാണെങ്കിൽ 25,000 രൂപ എടുത്ത് നഷ്ടമുണ്ടാകും ഏക്കറിന്. ഇപ്പോൾ ഈ കൊയ്ത്ത് വിഷയോടെ കൂട്ടുമ്പോൾ അതിലും കൂടും. വിള ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ലഭിക്കാറില്ല. മില്ലിൽ നെല്ലെത്തുന്നത് വരെയുള്ള പണം മുടക്കുന്നതും കർഷകരാണ്. അവർ ഫ്രീ ആയിട്ടാണ് ഈ നെല്ല് അവരുടെ മില്ലിൽ ചെല്ലുന്നത്. മില്ലിൽ ചെല്ലുന്നവരെയുള്ള പൈസ ഞങ്ങളാണ് കൊടുക്കേണ്ടത്. വാരുകൂലിയും മിഷ്യൻ്റെ പൈസയും വാരുകൂലി, പിന്നെ പെണ്ണുങ്ങൾ വരുന്നത് ചുമട്ടുകൂലി, വള്ളക്കൂലി, ഇതെല്ലാം ഞങ്ങളാണ് കൊടുക്കുന്നത്. അവർ ഫ്രീ ആയിട്ട് അവരുടെ നെല്ല് കൊണ്ടുപോകുന്നു. കടം വാങ്ങി കൃഷി ഇറക്കിയതാണ്. സർക്കാർ ഇടപെട്ട് എങ്ങനെയെങ്കിലും നെല്ലെടുക്കണമെന്നത് മാത്രമാണ് ഇവരുടെ ആവശ്യം. സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഒത്തിരി കടത്തി നിൽക്കുകയാണ്. പിന്നെ ഇതിപ്പം നമ്മൾ നെല്ല് വാരണം. ഇതിപ്പം മഴ പെയ്താൽ മൊത്തം നനയും, തിരിച്ചു മറിച്ചൊക്കെയാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ എന്തെങ്കിലും തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പറയും. ജനം, ആലപ്പുഴ.